أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനയുടെ ആദ്യ ഭാഗത്ത് തന്നെ വിജയം കൈവരിച്ച സത്യവിശ്വാസികൾ അവർക്ക് അല്ലാഹു പറഞ്ഞ 7 വിശേഷണങ്ങളിൽ ഉറച്ച ഈമാൻ, ഭക്തിപൂർവമുള്ള നിസ്കാരം, അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള ജീവിതം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പാദ്യം, ധനം, അതിൻ്റെ സംശുദ്ധി അഥവാ സക്കാത്ത് നൽകി ധർമ്മം ചെയ്ത് ജീവിക്കുന്നവരാവുക എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനാണ് മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ജീവിതത്തിന് മനുഷ്യന് ധനം, സമ്പാദ്യം, സമ്പത്തുകൾ ആവശ്യമായി വരും. അതിനാൽ ഹലാലായ വിധത്തിൽ ഒരാൾ സാമ്പത്തിക ശേഷി ഉണ്ടാകാൻ അധ്വാനിക്കുന്നത് അല്ലാഹുവിങ്കൽ കുറ്റകരം അല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണെങ്കിൽ
അള്ളാഹുവിങ്കിൽ പ്രതിഫലത്തിനർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ തലബ ദുനിയ ഹലാലൻ ഇസ്തിഫാഫൻ അനിൽ മസ്അല വസഇയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരിഹി ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്ർ. 16-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടും. ആര്? മൻ തലബ ദുനിയ ഹലാലൻ, ഹലാലായ വിധത്തിൽ അദ്ദേഹം ദുനിയാവിനെ തേടി, ദുനിയാവ് ഉണ്ടാകാൻ കച്ചവടം ചെയ്തു, കൃഷി ചെയ്തു, ഉദ്യോഗം വരിച്ചു, അങ്ങനെ ജോലിയെടുത്തു. അല്ല, ദുനിയാവിനെ തേടി ഉദ്ദേശം ഇസ്തിഫാഫൻ അനിൽ മസ്അല, ഹലാലായ വിധത്തിൽ അല്ലാതെ ഒന്നും സമ്പാദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് തന്നെയും സമ്പാദിക്കുന്നത് എന്തിനാണ്? ഇസ്തിഫാഫൻ അനിൽ മസ്അല, മറ്റൊരാളോട് യാചിക്കാതെ മാന്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്, അധ്വാനിച്ചുകൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. യാചന അവിടുന്ന് ധാരാളമായി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, മാ യസാലു റജുലു യസ്അലു الناس حتى يأتي يوم القيامة ലൈസ ഫീ വജ്ഹിഹി മുസ്അത്തുൽ ഹം. ചില ജനങ്ങൾ ആളുകളോട് യാചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവന്റെ മുഖത്ത് മാംസം തന്നെ കാണുകയില്ല. മുഖം അത്രയും വികൃതമായി മാംസം തന്നെ നഷ്ടപ്പെട്ട വിധത്തിൽ സംഭവിച്ചു പോകും. ധനം സമ്പാദിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും യാചന നടത്തിയാൽ, അല്ലെങ്കിൽ കൂടുതൽ സുഖകരമായി ജീവിക്കണം എന്ന നിലക്ക് വല്ലവനും യാചന നടത്തിയാൽ അല്ലാഹുവിങ്കിൽ അവന് വളരെ കടുത്ത ശിക്ഷയാണ്. നേരെ മറിച്ച് യാചന അനുവദനീയമാകുന്ന രംഗം അത് മനുഷ്യൻ കുടുങ്ങിപ്പോയ രംഗങ്ങൾ. ഒരു യാത്രക്കിടയിൽ ഉള്ളത് നഷ്ടപ്പെട്ട് കുടുങ്ങിപ്പോയ ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു സംഖ്യ നൽകുന്ന കാര്യം സ്വയം ഏറ്റെടുത്ത് ആ സംഖ്യ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന രൂപം, ഒരു നിലക്കും ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോകുന്ന അവസരം, ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ യാചന പാടുള്ളൂ എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. യാചന നടത്താതെ ജീവിക്കണം എന്ന നിലക്ക് വല്ലവനും ധനം തേടിയാൽ, അഥവാ ബിസിനസ്സുകളോ ജോലികളോ കൃഷികളോ ഏതെങ്കിലും മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ഒരുങ്ങിയാൽ അവന്റെ ഉദ്ദേശം മറ്റൊരാളോട് യാചിക്കാതെ അഭിമാനപൂർവ്വം ജീവിക്കുക എന്നതാണ്. വസഇയൻ അലാ അഹ്ലിഹി, ഇതുപോലെ അവന്റെ കുടുംബത്തിന് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അവന്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന നിലക്ക് വല്ലവനും ധനം തേടിയാൽ, വതഅത്തുഫൻ അലാ ജാരിഹി, പിന്നെ അവൻ സമ്പാദിക്കുന്നതുകൊണ്ട് അവന്റെ ഉദ്ദേശം അവന്റെ അയൽവാസികൾ, അവന്റെ നാട്ടുകാർ, അവനുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജനങ്ങൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പരമാവധി നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവനും
ധനം തേടിയാൽ, ഇങ്ങനെ ഈ 3 ഉദ്ദേശപ്രകാരം വല്ലവനും ധനം തേടിയാൽ ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ അവന് കണ്ടുമുട്ടാൻ സാധിക്കും. വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്ർ, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖം വളരെ തെളിഞ്ഞ് പ്രശോഭിതമായ നിലക്ക് സന്തോഷപൂർവ്വം അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. വമൻ ത്വലബ ദുനിയാ മുകാസിറൻ മുഫാഖിറൻ മുറായിയൻ, ഏതെങ്കിലും ഒരാൾ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി, ഹലാലായ നിലക്ക് തന്നെ, ഹറാമായ വിധത്തിലൊന്നുമല്ല, ഹലാലായ നിലക്ക് തന്നെ ധനമുണ്ടാക്കാൻ ഇറങ്ങി. പക്ഷേ അവന്റെ ഉദ്ദേശം മുകാസിറൻ മുഫാഖിറൻ മുറായിയൻ, കുറേ സമ്പത്തുകൾ കുന്നുകൂട്ടി ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം. മുഫാഖിറൻ, എനിക്ക് അത്ര ബിൽഡിംഗ് ഉണ്ട്, ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, ഇത്ര വാഹനമുണ്ട് എന്നൊക്കെ പറയലാണ്, ജനങ്ങൾക്കിടയിൽ പവർ എടുക്കലാണ്, പണം കൊണ്ട് പവർ എടുക്കലാണ് ഉദ്ദേശം. മുറായിയൻ, ജനങ്ങൾക്കിടയിൽ ആ പണം ചെലവഴിച്ച് ജനങ്ങൾക്കിടയിൽ പേരെടുക്കലാണ് ഉദ്ദേശം. ചെലവഴിക്കുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തിയല്ല ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ പേരെടുക്കലാണ് ഉദ്ദേശം. ഈ രൂപത്തിൽ വല്ലവനും ധനം തേടിയാൽ ലഖിയല്ലാഹ തആല വഹുവ അലൈഹി ഖദ്ബാൻ, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടും. വഹുവ അലൈഹി ഖദ്ബാൻ, അല്ലാഹു അവനെ സംബന്ധിച്ച് കോപിതനാണ്. അല്ലാഹു വളരെ കോപത്തോടുകൂടിയാണ് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ നല്ല നിയ്യത്തോടുകൂടി പണം സമ്പാദിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിങ്കിൽ തൃപ്തികരമാണ്, ഗുണകരമാണ്. അതേ സമയത്ത് മറ്റുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് അപകടകരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ധനം സമ്പാദിക്കുന്ന മനുഷ്യൻ അവന്റെ ധനം ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് പരമാവധി ധർമ്മം ചെയ്യുക എന്നത്. ഒരു ദിവസം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഅബത്തിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സമീപത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു, ഹുമുൽ അഖ്സറൂന വറബ്ബിൽ കഅബ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയവർ, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ ചോദിച്ചു, ഫിദാക അബീ വ ഉമ്മീ മൻഹും, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയെ. എനിക്ക് എന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും വലുത് തങ്ങളാണ്. എന്റെ ബാപ്പനെയും ഉമ്മനെയും കൊടുത്ത് അവിടുത്തെ സംരക്ഷിക്കേണ്ടി വന്നാൽ ഞാൻ അതിന് സന്നദ്ധനാണ്. ഞാൻ എന്റെ ശരീരം തന്നെയും അവിടുത്തേക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണത്? അവർ നഷ്ടപ്പെട്ടു പോയി, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്ത്. അവിടുന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അവിടുന്ന് പറഞ്ഞു, ഹുമുൽ അക്സറൂന അംവാല ഇല്ലാ മൻ ഖാല ഹാകദാ വഹാകദാ വഹാകദാ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി വഅൻ യമീനിഹി വഅൻ ശിമാലിഹി വഖലീലും മാഹും. വലിയ വലിയ പണക്കാരെ സംബന്ധിച്ചാണ് അവർ നഷ്ടപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇല്ലാ മൻ ഖാല ഹാകദാ വഹാകദാ വഹാകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കാണിക്കുകയാണ്, ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ചെയ്തവനൊഴിച്ച് എന്ന് പറഞ്ഞാൽ മിൻ ബൈനി യദൈഹി, അവൻ മുന്നിൽ ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ വമിൻ ഖൽഫിഹി, പിന്നിലും ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ വഅൻ യമീനിഹി വഅൻ ശിമാലിഹി, വലത്തും ഇടത്തുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അവൻ ഏത് സ്ഥലത്ത് പോയി നിന്നിട്ട് മുന്നോട്ട് നോക്കിയാലും ആ മുൻഭാഗത്ത് നോക്കിയാൽ ആ ഭാഗത്ത് ഒരുപാട് അവൻ കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെ തിരിഞ്ഞു നോക്കിയാൽ പിൻഭാഗത്തും അവൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. വലത്തും ഇടത്തുമൊക്കെ നോക്കിയാൽ അങ്ങോട്ടും ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം കൊടുക്കുന്ന പണക്കാരൻ അവൻ പരാജയപ്പെട്ടവനല്ല. അല്ലെങ്കിൽ വലിയ പണക്കാർ കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ പരാജയപ്പെട്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വഖലീലും മാഹും,
അങ്ങനെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തുമൊക്കെ കൈയഴിച്ച് കൊടുക്കുന്നവർ അവർ വളരെ ചുരുങ്ങിയ ജനങ്ങളെ ഉള്ളൂ. അങ്ങനെ കൊടുക്കുന്നവർ വളരെ തുച്ഛമായി മാത്രമേ കാണുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാരെ, ധാരാളമായി കൊടുക്കുക എന്നതാണ് ഒരു പണക്കാരൻ അവന്റെ മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധിയാകാൻ വേണ്ടി ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അവന്റെ ആരോഗ്യകാലത്താണ്. ആരോഗ്യകാലത്ത് കൊടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകമായി പറയുകയാണ്. നബി തങ്ങളോട് ചോദിച്ചു, അയ്യു സദഖത്തി അഅ്ളമു അജ്റാ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സദഖ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, അൻത സദ്ദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ, നീ നല്ല ആരോഗ്യമുള്ള സമയത്ത് പണത്തിന് ആവശ്യമുണ്ടാവുകയും പണത്തോട് കൂറ് നിന്റെ മനസ്സിൽ തോന്നുകയും ചെയ്യുന്ന സമയത്ത്, തഖ്സൽ ഫഖറ, ദാരിദ്ര്യം ഭയപ്പെടുന്ന സമയത്ത്, വതഅമ്മലുൽ ഗിനാ, ഐശ്വര്യം നീ കൊതിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ധർമ്മം ചെയ്യേണ്ടത്. വലാ തുംഹിൽ, പിന്നെ കൊടുക്കാം എന്ന് മനസ്സിലാക്കി നീ പിന്തിച്ചു വെക്കണ്ട. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, പിന്നെ നിനക്ക് നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്റെ റൂഹെത്തുന്ന സമയത്ത് ഖുൽതലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ, ഇത്ര ഞാൻ അതിന് കൊടുക്കും, ഇത്ര ഞാൻ ഇതിന് കൊടുക്കുമെന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയണ്ട. വഖദ് കാന ലി ഫുലാൻ, അതിന് വേറെ അവകാശി വന്നുപോയി, അതിനിപ്പോൾ കൈകാര്യം ചെയ്യാൻ തന്നെ വേറെ ആളുകളും വന്നുപോയി. നിനക്ക് സ്വന്തത്തിൽ പണം വേണമെന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ആരോഗ്യമുണ്ടാവുകയും പണം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് നീ കൊടുത്തേക്കണം. അത് പിന്നീടേക്ക് പിന്തിച്ച് വെക്കേണ്ട കാര്യമല്ല. പലപ്പോഴും പലരും പല കാര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വാഗ്ദത്തം ചെയ്താൽ തന്നെ, കൊടുക്കാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ, അതിനുശേഷം കൊല്ലങ്ങളോളം ഒരുപാട് ബിസിനസ് നടത്തിയാലും ഒരു ചെറിയ സംഖ്യ പള്ളിക്കോ മദ്രസക്കോ നല്ല കാര്യത്തിനോ കൊടുക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നെ അത് കൊടുത്തിങ്ങ് കഴിയാൻ വലിയ പ്രയാസമാണ് ചിലർക്ക്. അത് പിന്നെ കൊടുക്കാമെന്ന് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. വാസ്തവത്തിൽ പരമാവധി നേരത്തെ കൊടുക്കാനാണ് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നബിതങ്ങൾ കൊടുക്കുന്നവനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അസ്സഖിയ്യു ഖരീബും മിനല്ലാഹി, ധർമ്മം ചെയ്യുന്നവൻ അല്ലാഹുമായി അടുത്തവനാണ്. ഖരീബും മിനൽ ജന്ന, സ്വർഗവുമായി അടുത്തവനാണ്. ഖരീബും മിനന്നാസ്, ജനങ്ങളുമായി അടുത്തവനാണ്. അല്ലാഹുമായി അടുക്കും, ജനങ്ങളുമായി അടുക്കും, സ്വർഗവുമായി അടുക്കും. ഔദാര്യം ചെയ്യുന്നവൻ, കൊടുക്കുന്നവൻ. അതേസമയത്ത് ബഈദും മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് കൊടുക്കുന്നവൻ. വൽ ബഖീലു ബഈദും മിനല്ലാഹി, ഉള്ളത് കൊടുക്കാൻ തോന്നാത്ത ലുബ്ധനായ മനുഷ്യൻ അല്ലാഹുവിങ്കൽ നിന്ന് അകന്നവനാണ്. ബഈദും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അകന്നുപോയവനാണ്. ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അകന്നുപോയവനാണ്. ഖരീബും മിനന്നാർ, അവൻ നരകവുമായി വളരെ അടുത്തവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലജാഹിലുൻ സഖിയുൻ അഹബ്ബു ഇലല്ലാഹി മിൻ ആബിദിൻ ബഖീൽ. ചില ജനങ്ങൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കും, ധാരാളം ദിക്ർ ചൊല്ലും, ധാരാളം ഖുർആൻ ഓതും, ധാരാളം തസ്ബീഹ് ചൊല്ലും, അങ്ങനെ ഇബാദത്ത് ധാരാളം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ കൊടുക്കാൻ വലിയ മടിയനാണ്. അങ്ങനെയുള്ള ബഖീലായ ഇബാദത്തെടുക്കുന്ന മനുഷ്യനേക്കാൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടത് വലജാഹിലുൻ സഖിയുൻ, നന്നായി കൊടുക്കുന്ന, വിവരമില്ലാത്ത, പലപ്പോഴും സുന്നത്തുകൾ ധാരാളം എടുക്കാൻ പോലും അവസരം കിട്ടാത്ത അതാ സാധാരണക്കാരൻ. പക്ഷേ അവൻ ധാരാളം കൊടുക്കുന്നവനാണെങ്കിൽ
അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മറ്റേ ഇബാദത്തുകാരനേക്കാൾ റബ്ബിനടുക്കൽ പ്രിയങ്കരനാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? കൊടുക്കേണ്ടത് ആവശ്യക്കാർക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ മിസ്കീനുൽ ലദീ യതൂഫു അലൻ നാസി തറുദ്ദുഹു ലുഖ്മത്തു വൽ ലുഖ്മതാനി വത്തംറത്തു വത്തംറതാൻ. എന്തെങ്കിലും ഒരു പിടി അല്ലെങ്കിൽ ഒരു കാരക്ക അല്ലെ 2 കാരക്ക അത് കൊടുത്താൽ മടങ്ങി അങ്ങ് പോകുന്ന, എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുന്ന കുറെ യാചകന്മാരുണ്ട്. ആ യാചകനല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പരിഗണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ ആ യാചകന്മാരല്ല. മറിച്ച് വലാകിന്നൽ മിസ്കീനല്ലദീ ലാ യഗ്നീഹി വലാ യുഫ്തനു ബിഹി ഫയതസദ്ദഖു അലൈഹി. മറിച്ച് പാവപ്പെട്ട ഒരു മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം കഴിയാനുള്ള സൗകര്യങ്ങൾ ഇല്ല, അദ്ദേഹത്തിന് അത്രത്തോളം ഐശ്വര്യം ഇല്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആർക്കും അത് മനസ്സിലാവൂല. അദ്ദേഹം പാവപ്പെട്ടവനാണ്, വിഷമിക്കുന്നവനാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തിന് ധർമ്മം കൊടുക്കൂല. വലാ യഖൂമു ഫയസ്അലു നാസ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടും എനിക്ക് തരണം എന്ന് ഒരിക്കലും ആവശ്യപ്പെടുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങളുണ്ട്. അത്തരം ആളുകളെ കണ്ടറിഞ്ഞു കൊടുക്കണം, അത്തരം ആളുകളെ കണ്ടറിഞ്ഞു കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാകും. സ്വന്തം വീട്ടിലെങ്ങനെ ഉണ്ടാകുക? സ്വന്തം വീട്ടിലുള്ളാക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് ഭാര്യ വലിയ പണക്കാരിയാണ്, ഭർത്താവ് ഭയങ്കര ഞെരുക്കക്കാരനാണ്. എന്നാ ഭർത്താവിന് തന്നെ ധർമ്മം ചെയ്യാം, ഭർത്താവിന് തന്നെ ധർമ്മം ചെയ്യാം. ഭർത്താവിന് സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ സക്കാത്തിൽ നിന്ന് വരെ അവന് വേറെ വകുപ്പില്ലെങ്കിൽ കൊടുക്കാം. അതേസമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അവനവന്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുത്താൽ പോരാ. കാരണം ഭാര്യന്റെ ചെലവ് ഇവൻ കൊടുക്കേണ്ടതാണ്, പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രയാസം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുത്താൽ പോരാ. അതുപോലെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ കുട്ടികൾക്കോ അതുപോലുള്ളവർക്കോ കൊടുത്താൽ പറ്റില്ല. നേരെ മറിച്ച് ഭർത്താവ് വളരെ ഞെരുക്കത്തിൽ കഴിയുന്ന മനുഷ്യനാണെങ്കിൽ, ഭാര്യ പണക്കാരിയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് തന്നെ സക്കാത്ത് വരെ കൊടുക്കാം. അതുപോലെ സ്വന്തം ജ്യേഷ്ഠന്മാർ, സ്വന്തം അനുജന്മാർ, സ്വന്തം സഹോദരിമാർ, സ്വന്തം ബാപ്പന്റെ ജ്യേഷ്ഠൻ അനുജൻ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അങ്ങനെ തുടങ്ങിയുള്ള കുടുംബങ്ങൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ്. ദിൽ ഖുർബ, കുടുംബങ്ങൾക്ക് കൊടുക്കണം, കുടുംബങ്ങളെ പരിഗണിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എവിടെയും പേരും പ്രശസ്തി ഉണ്ടാവില്ല. കാരണം അതാരും അറിയില്ലല്ലോ. അനുജന് ജ്യേഷ്ഠൻ കൊടുത്താൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠന് അനുജൻ കൊടുത്താൽ, അല്ലെ ഭാര്യ ഭർത്താവിന് കൊടുത്താൽ ആരും അറിയില്ലല്ലോ. പക്ഷെ അറിയേണ്ടവൻ അറിയും, തരേണ്ടവൻ അറിയും, കൊടുക്കാൻ കഴിയുന്നവൻ അറിയും. കുടുംബങ്ങൾക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊടുതി. തൊട്ടടുത്ത വീട്ടുകാർക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ കൊടുതി. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ സക്കാത്ത് നമ്മളെ കമ്മിറ്റിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയുമായി സക്കാത്തിന് നടക്കുന്നവരുണ്ട്. ഒരിക്കലും സക്കാത്ത് ആണോ അതിനുവേണ്ടി നിന്റെ സക്കാത്ത് കൊണ്ടുപോയി ചെലവഴിച്ചാൽ നിന്റെ സക്കാത്ത് ഒരു നിലക്കും വീടുകയുമില്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, കൊടുക്കേണ്ടവരുടെ കയ്യിലെത്തണം. എത്തിയാലേ നിന്റെ കടപ്പാട് വീടുകയുള്ളൂ എന്ന ബോധം നിനക്കുണ്ടാകണം. ചിലരുടെ ധാരണ അതിനുവേണ്ടി അധ്വാനിക്കാൻ കഴിയൂലെന്ന്. നിസ്കരിക്കാൻ വേണ്ടി അധ്വാനിക്കുക, നോമ്പ് വെക്കാൻ വേണ്ടി അധ്വാനിക്കുക, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം സ്വന്തം അധ്വാനിക്കാനല്ല. അത് വേറെ ഏതെങ്കിലും ഒരു കൂട്ടരത്ത് കൊടുത്ത് നമ്മളെ തടിയെടുക്കാന്നാണ് ചിലരുടെ ധാരണ. തടിയെടുക്കൂല, തടി അവിടെ തന്നെ ബാക്കിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഓ മനുഷ്യ, നിന്റെ സക്കാത്ത് നീ ആരെങ്കിലും അങ്ങ് ഏൽപ്പിച്ചാൽ നിന്റെ കടപ്പാട് വീടിയെന്ന് നീ മനസ്സിലാക്കരുത്. സക്കാത്തിന്റെ കടപ്പാട് വീടണമെങ്കിൽ അത് എത്തേണ്ടവന്റെ കയ്യിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുകയാണ്, വഖ്താറു ഖസ്മ സകാത്തുൽ ഫിത്രി ബിനഫ്സി അലാ തർഹിഹാ ഇൻദമൻ യുജ്മഉ ഇൻദഹു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക ഭരണാധികാരികളുള്ള കാലമാണ്. ആ ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥന്മാർ പലരും അവരുടെ കയ്യിലേക്ക് ഫിത്ർ സക്കാത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ഭരണാധികാരികൾ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ
മുസ്ലിം ഭരണാധികാരികൾ ഏൽപ്പിച്ച ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഭരണാധികാരികൾ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കൊടുത്താൽ ആ കൊടുക്കുന്നത് കൊണ്ട് ഇവന്റെ ഉത്തരവാദിത്വം വീടുമെന്നാണ് നിയമമെങ്കിലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തെരഞ്ഞെടുക്കുന്നു എൻ്റെ സ്വന്തം ഫിത്ർ സക്കാത്ത് സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നതല്ല. ആരുടെ അടുക്കലാണോ ഫിത്ർ സക്കാത്ത് കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അങ്ങനത്തെ ഭരണാധികാരിയെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തെരഞ്ഞെടുക്കുന്നത് അവനവന്റെ ശരീരം കൊണ്ട് അവനവൻ തന്നെ കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സാലിം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ വാചകങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അവസാനം എടുത്തുദ്ധരിക്കുകയാണ്. അതെ, അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്കൊഴിയാൻ സാധ്യമാകുന്നില്ല. കാരണം അവരാർക്കാണ് കൊടുക്കുന്നതെന്നോ ആർക്കാണ് ഇതെത്തുന്നതെന്നോ നീ അറിയുന്നില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് കാണാം, ഭരണം നടത്തുന്ന അന്നത്തെ ഭരണാധികാരിയായ ഇബ്നു ഹിസാബിനെ നിങ്ങൾ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്കും അദ്ദേഹത്തിൻ്റെ വാച്ച്മാൻമാർക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങ് കൊടുത്തേക്കും. കൊടുക്കേണ്ടവർക്ക് കൊടുത്തുകൊള്ളണമെന്നില്ല, കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിൽ തന്നെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഓ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വലാ ഉഹിബ്ബു ലി അഹദിൻ മിനന്നാസി യുവല്ലി സകാത മാലിഹി ഗൈറഹു. അവനവന്റെ സ്വത്തിന്റെ സകാത്ത്, സമ്പത്തിന്റെ സകാത്ത് വേറെ ഒരു അധികാരിയെ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് പോലും മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. യുവല്ലിയ സകാത മാലിഹി ഗൈറഹു, അവന്റെ സക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് അവനവന്റെ സക്കാത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന അവനവനോട് തന്നെയാണ്. فهو أولى بالاجتهاد في وضعها مواضعها من غيره وأنه على يقين من فعل نفسه في أدائها وفي شك من فعل غيره لا يدري أداها عنه أو لم يؤدها. നീ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറ്റുന്നവരെ തന്നെ ഏൽപ്പിച്ചാൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചല്ല, കമ്മിറ്റി ഏൽപ്പിക്കാൻ വകുപ്പ് തന്നെ ഇല്ല. കാരണം ഇന്നത്തെ കമ്മിറ്റി മെമ്പർ നാളെ മെമ്പറാകണമെന്നില്ല, ഇന്നത്തെ പ്രസിഡന്റ് നാളെ പ്രസിഡന്റ് ആകണമെന്നില്ല, ഇന്ന് കൈകാര്യം ചെയ്യുന്നവൻ നാളെ ഇപ്പണം കൈകാര്യം ചെയ്തു കൊള്ളണമെന്നില്ല. അതാണല്ലോ കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതുകൊണ്ട് ഉത്തരവാദിത്വം തന്നെ തീരുന്നില്ല. നേരെ മറിച്ച് അല്ലാത്ത നിലക്ക് തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ സക്കാത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് നിന്നെയല്ലേ, അതുകൊണ്ട് നീ തന്നെയല്ലേ അത് എത്തേണ്ട സ്ഥലത്ത് എത്തി എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനം ചെയ്യേണ്ടത്. അല്ലാതെ നീ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ മറ്റൊരുത്തന്റെ പ്രവൃത്തിയിൽ അവൻ സംശയത്തിലല്ലേ, അത് വേണ്ടതുപോലെ കൊടുക്കേണ്ട സ്ഥലത്തത് കൊടുത്തോ, ഔലം യുഅദ്ദിഹ, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലേ എന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നിന്റെ ഇസ്ലാമിലെ 5 ഫർദുകളിൽപ്പെട്ട ഒരു ഫർദ് അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോ ചെയ്തില്ലേ എന്ന ഉറപ്പില്ലാത്ത നിലക്കല്ലല്ലോ നീ അത് ചെയ്യേണ്ടത്. സഹോദരന്മാരെ, ഫിഖ്ഹിന്റെ മസ്അലകളൊന്നും പഠിക്കാത്ത, എന്താണ് സക്കാത്തെന്നോ എങ്ങനെയാണെന്നോ മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്ത ഏതെങ്കിലും കക്ഷികൾ എന്തെങ്കിലും സംഘടന ഉണ്ടാക്കിയിട്ട്, ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സക്കാത്തൊക്കെ ഞങ്ങളെ കമ്മിറ്റിയെ ഏൽപ്പിക്കണം, സംഘടനയെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ സക്കാത്തങ്ങ് അവരെ ഏൽപ്പിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ചില നല്ല മനുഷ്യന്മാരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർമ്മിക്കണേ. നിങ്ങളെ ഇസ്ലാം കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ സക്കാത്ത്. അത് കൊടുക്കേണ്ടവന് കിട്ടേണ്ടവന് കിട്ടിയെന്ന് ഉറപ്പ് വരുന്ന വിധത്തിലല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കക്ഷികളെ ഏൽപ്പിക്കേണ്ട വിഷയമല്ല അത്. എന്നിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഫൈൻ ഖാല, അങ്ങനെ ആരെങ്കിലും സക്കാത്ത് ഏൽപ്പിക്കുന്നവൻ വാദിക്കുകയാണെങ്കിൽ
അഖാഫു ഇബാഇ, അഥവാ എനിക്ക് കൊടുക്കൽ വിട്ടുപോയെങ്കിലോ അവരങ്ങ് ഏൽപ്പിച്ചാൽ പിന്നെ നമ്മളെ ഒഴിവായല്ലോ. ശാഫി ഇമാം റളിയല്ലാഹു പറയാൻ ഫഹുവ യഖാഫു മിൻ ഗൈരിഹി മിസ്ല മാ യഖാഫു മിൻ നഫ്സിഹി. അത് അവൻ കൊടുക്കാണ്ടായി പോകുന്നവന് പേടിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റവനും കൊടുക്കാണ്ടിരിക്കും, അത് പേടിക്കണ്ടേ? ഞാൻ കൊടുത്തവനും കൊടുത്തില്ലെങ്കിലോ ഒന്ന് പേടിക്കണ്ടേ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കാൻ അവൻ സ്വന്തം കൊടുത്തത് കൊടുത്തു എന്ന് അവൻ ഉറപ്പല്ലേ? മറ്റേ ആളെ ഏതെങ്കിലും കക്ഷികളെ ഏൽപ്പിച്ചിട്ട് അവൻ കൊടുത്തില്ലെങ്കിലോ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഗൗരവത്തോടുകൂടെ കിതാബുൽ ഉമ്മിൽ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരികൾ സക്കാത്ത് വാങ്ങുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലേ ഇല്ല. അത് തന്നെയും എല്ലാ സക്കാത്തും അവരെ ഏൽപ്പിക്കൽ പുണ്യവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിരിക്കട്ടെ, ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മള് പല സ്ഥലത്തും റമദാൻ മാസായ കാണാം, പല സംഘടനക്കാരും കമ്മിറ്റിക്കാരും സക്കാത്ത് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. എന്തിന്? ഇവരെന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇവരെന്താണ് ഇതുകൊണ്ട് കാട്ടാൻ പോകുന്നത്? സംബന്ധിച്ച് നമുക്കൊരു ബോധവുമില്ല. നമുക്ക് അവരെ ഭരണഘടന അറിയില്ല, അവരെ പ്രവർത്തനങ്ങൾ അറിയില്ല, അവരെ മിനിസ്റ്റർ അറിയില്ല, ഇന്ന് പ്രസിഡന്റ് ആയ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഇന്ന് സെക്രട്ടറി ആയ നാളെ സെക്രട്ടറി ആയിരിക്കുമെന്ന് അറിയില്ല, ആരെയാ പുറത്താക്കുന്നതെന്ന് അറിയില്ല, ആരെയാ അകത്താക്കുന്നതെന്ന് അറിയില്ല, ആരാ രാജിവെക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനത്തെ കക്ഷികളെയാണോ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ടത്? ഒരു കമ്മിറ്റിയെയും സക്കാത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് വളരെ വിശ്വസ്തനാണെന്ന് നമുക്ക് വളരെ ഉറപ്പുള്ളവനും സക്കാത്തിന്റെ മസലകളൊക്കെ നന്നായി അറിയുന്നവരും നമ്മൾ സ്വന്തം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ചെയ്യുമെന്ന് നമുക്ക് വളരെ കറക്റ്റായി ഉറപ്പുള്ളവരുമായ ഒരു കാര്യവിവരമുള്ള വ്യക്തിയെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. അല്ലാതെ കമ്മിറ്റികളെ സക്കാത്ത് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നാം സ്വീകരിക്കേണ്ട നിലപാട് അല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ഗൗരവപൂർവ്വമുള്ള കിതാബുൽ ഉമ്മിലെ ഈ വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, കൊടുക്കേണ്ടവർക്ക് തന്നെ നാം സക്കാത്ത് എത്തിച്ചിരിക്കണം എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സംഘാടകർ അറിയിച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്നലെ നാം നമ്മുടെ ദാറുൽ ഹുദ സ്ഥാപനത്തിൻ്റെ അതിരുകളിൽ മുഴുവനും മതിൽ കെട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അതിന് മതിൽ കെട്ടണമെങ്കിൽ ഒരു 10-500 ലോഡോളം കല്ല് വേണം, കുറച്ചൊന്നും പോരാ. ചെങ്കല്ലും കുറേ വേണം. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഇന്നലെ കൊടുത്തയച്ച കവർ സ്ത്രീകൾ അത് വാങ്ങാൻ വേണ്ടി ബാഡ്ജ് ധരിച്ച ചെറിയ കുട്ടികൾ വരും, അവരുടെ കയ്യിൽ ബക്കറ്റ് ഉണ്ടാകും, ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ള ആളുകളും അവർക്ക് ആ കുട്ടികളുടെ കയ്യിൽ കാലി കവറുണ്ടാകും, അതിലിട്ടുകൊണ്ടോ അല്ലാതെയോ കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ കൊടുത്തേക്കണം. ഇന്നലെയോ മിഞ്ഞാന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, ഒരു സ്ത്രീ സ്വർണത്തിൻ്റെ ആഭരണം അഴിച്ചു കൊടുത്തയച്ചിരുന്നു. അള്ളാഹു ആ സ്ത്രീക്ക് ധാരാളം സ്വർണം സ്വർഗത്തിൽ നൽകുമാറാകട്ടെ. ആ സ്ത്രീ വിഷമത്തോടെ അറിയിച്ച വിഷയം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സമയം പോക്കുന്നില്ല. എല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. മനുഷ്യൻ ഇന്നും സ്വർണം കൊടുത്തയച്ചോളൂ. എല്ലാവർക്കും ലാസ്റ്റ് ദ്വാരക്ക് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മനുഷ്യനെ വളരെയേറെ അള്ളാഹു പരീക്ഷിക്കുന്ന ഒരു വിഷയമാണ് സമ്പത്ത്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുക, പരാജയം സംഭവിക്കുക. അള്ളാഹു നിശ്ചയിച്ച തുക കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ, സഹായിക്കേണ്ട വിഷയത്തിൽ സഹായിക്കാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുകയോ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. ഏത് പ്രശ്നത്തെയും നേരിടാൻ ധർമ്മം കൊണ്ട് കഴിയും. അത് ചെറിയൊരു വിഷയമല്ല. ഇപ്പൊ ഇന്നലെ ഞാനൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞു. അതെന്താണ് സംഭവം? ധർമ്മമാണ്. ധർമ്മത്തിന് വലിയ ഫലമാണ്. അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, നിങ്ങൾ എന്ത് നേർച്ച ചെയ്താലും അള്ളാഹു അതറിയും. അപ്പൊ നല്ല കാര്യം നേർച്ച ചെയ്താൽ അള്ളാഹു അറിയും, ധർമ്മം നേർച്ച ചെയ്താൽ അള്ളാഹു അറിയും. അതിൽ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയെ അള്ളാഹു പടച്ചു,
ഭൂമിയെ പടച്ചപ്പോൾ ഭൂമി വളരെ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, അതിൻ്റെ ബാലൻസ് നിയന്ത്രിക്കപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു ഭൂമിയെ നിയന്ത്രിക്കാൻ പർവ്വതങ്ങൾ പടച്ചു. വലിയ വലിയ പാറക്കല്ലുകളുള്ള വലിയ വലിയ കുന്നുകൾ, പർവ്വതങ്ങൾ പടച്ചു. ഭൂമിയുടെ ബാലൻസ് അള്ളാഹു നിയന്ത്രിച്ചു. മലക്കുകൾ ചോദിച്ചു, അള്ളാഹുവേ, ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള വല്ലതും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞു, ഉണ്ട് മലക്കുകളെ. അതെന്താണ്? ഇരുമ്പ് വലിയ ശക്തിയാണ്. ഉടനെ മലക്കുകൾ ചോദിച്ചു, അതിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ പടച്ചിട്ടുണ്ടോ? ഉണ്ട് മലക്കുകളെ, അതിനേക്കാൾ ശക്തിയുള്ളതാണ് തീ. ഇരുമ്പിനെ ഉരുക്കിക്കളയുന്ന സാധനമാണ് തീ. മലകളെ മറിച്ചിടുന്ന വസ്തുവാണ് ഇരുമ്പ്. മലകൾ കൊത്തിക്കോരി കല്ലുകൾ ഇടിച്ച് പൊട്ടിച്ച് മലകൾ നിരത്തുന്ന വസ്തുവാണ് ഇരുമ്പ്. എന്നാൽ ഇരുമ്പിനെ വെള്ളം പോലെയാക്കുന്ന വസ്തുവാണ് തീ. തീയിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാ, ഉണ്ട് മലക്കുകളെ, ഞാൻ വെള്ളം പടച്ചിട്ടുണ്ട്. തീയിനെ കെടുത്തിക്കളയുന്ന സാധനമാണ് വെള്ളം. അല്ല അല്ലാഹുവേ, വെള്ളത്തെക്കാൾ ശക്തിയുള്ള വല്ലതും നീ പടച്ചിട്ടുണ്ടോ? മലക്കുകളോട് അല്ലാഹുവിന്റെ മറുപടി ഉണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഈമാനുള്ള മനുഷ്യൻ നൽകുന്ന ധർമ്മം, ആ ധർമ്മത്തിന്റെ ശക്തി വേറെ ഒരു വിഷയത്തിനുമില്ല. ഒരു വെള്ളത്തിനുമില്ല, തീയിനുമില്ല, ഇരുമ്പിനുമില്ല, പർവ്വതത്തിനുമില്ല. ഭൂമിയുടെ ചലനം നിയന്ത്രിക്കാൻ മാത്രം, ബാലൻസ് നിയന്ത്രിക്കാൻ മാത്രം ശക്തി പർവ്വതത്തിനുണ്ടെങ്കിൽ ആ പർവ്വതം കൊത്തിക്കീറാനും അതേ കോരിക്കളയാനും കഴിവ് ഇരുമ്പിനുണ്ടെങ്കിൽ, ഇരുമ്പിനെ വെള്ളമാക്കാൻ കഴിവ് തീക്കുണ്ടെങ്കിൽ, തീയിനെ നശിപ്പിക്കാൻ കഴിവ് വെള്ളത്തിനുണ്ടെങ്കിൽ, അതിനേക്കാളൊക്കെ ശക്തിയുള്ള വസ്തു ശരിക്ക് ഈമാനുള്ള മനുഷ്യൻ ഇഖ്ലാസോടെ നൽകുന്ന ധർമ്മം, അതിൻ്റെ ശക്തി അപാരമാണ്. അതിനേക്കാൾ ശക്തി ഇതിനൊന്നിനുമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് അല്ലാഹു പഠിപ്പിച്ച വിവരം നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ ധർമ്മം ചെയ്യുക എന്നത് ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു നിലക്കും പരിഹരിക്കപ്പെടാത്ത വിഷയം, വളരെ ആവശ്യമുള്ള വിഷയങ്ങൾക്ക് നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ അല്ലാഹു വലിയ ഫലം നൽകുന്നു. അത് കിട്ടേണ്ടവർക്ക് കിട്ടുകയും അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് വലിയ ബറക്കത്തും അല്ലാഹു ജല്ല ജലാലുഹു നൽകുന്നു. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു സകാത്ത് നൽകുന്നവരാണെന്ന് പറഞ്ഞതിന് ശേഷം വിജയം കൈവരിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വിജയം കൈവരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്കുള്ള വലിയ ഒരു പ്രത്യേകത എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യൻ പലപ്പോഴും ദൗർബല്യത്തിനടിമപ്പെട്ട് പതറിപ്പോകുന്നൊരു രംഗമാണ് മനുഷ്യന്റെ വികാര ശമനത്തിനു വേണ്ടിയുള്ള വിഷയങ്ങൾ. അവിടെ മനുഷ്യൻ ലൈംഗികതയ്ക്ക് വഴിപ്പെട്ടു പോകാതെ, വികാരത്തിന്റെ മുന്നിൽ വിവേകം പണയം വെക്കാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ എൻ്റെ രഹസ്യങ്ങളെല്ലാം എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. എൻ്റെ എല്ലാ രഹസ്യങ്ങളും എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. അവൻ്റെ മലക്കുകൾ എഴുതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഏത് പ്രവർത്തികൾ ഏത് രഹസ്യത്തിൽ ചെയ്താലും ഏത് പരസ്യത്തിൽ ചെയ്താലും റബ്ബിനെ മൂടി വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. മലക്കുകളെ മൂടി വെച്ചുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതിൻ്റെ പുറമെ ഞാൻ കാണാത്ത ധാരാളം സൃഷ്ടികൾ, ജിന്നുകൾ എന്ന് പറയുന്നൊരു വർഗം ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ പുറമെ
സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട നേതാവാണ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ നേതാവല്ല, മറിച്ച് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടും. ഞാൻ ഖബറിൽ കിടക്കുന്നുവെങ്കിലും എൻ്റെ സമുദായമേ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഖബറിൽ അതാ പ്രദർശിപ്പിക്കപ്പെടും. തുറദു അലയ്യ അഅമാലുക്കും ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്തതായി ഞാൻ അറിയുമ്പോൾ, ഞാൻ കാണുമ്പോൾ, ഞാൻ എത്തിക്കുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയും. വൈദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, അതേ സമയത്ത് നിങ്ങൾ വല്ല തെറ്റും ചെയ്തതായി ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട നിങ്ങളെ തെറ്റിൽ വേദനിച്ച് റബ്ബിനോട് മാപ്പ് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഈ പറയുന്ന ഞാനിവിടെ പ്രസംഗിക്കുന്നത് മദീനയിൽ എൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. ഈ മജ്ലിസിൽ നിങ്ങൾ ഇരുന്ന് വഅദ് കേൾക്കുന്ന വിഷയം മദീനയിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നു. അവിടെ നിന്ന് നല്ല കാര്യം കാണുമ്പോൾ അൽഹംദുലില്ലാ പറയുന്നു. ദുഷ്കർമ്മങ്ങൾ കാണുമ്പോൾ വേദനയോടെ പടച്ച റബ്ബിനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും പാപം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണം നബിയേ. ഈമാനുള്ളവർ ഖിയാമത്ത് നാൾ വരെ വരും, അവരുടെ എല്ലാം പാപം പൊറുക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആകയാൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഏത് ഇരുട്ടിൽ ചെയ്താലും, ആരും കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയാലും, അതെല്ലാം നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. നിന്റെ ഭൂമിയിലെ നേതാക്കന്മാരറിയ നീ ചെയ്യാത്ത കാര്യങ്ങൾ, നിന്റെ ഭൂമിയിൽ നിന്റെ ബാപ്പയും ഉമ്മയും അറിയാതെ നീ ചെയ്യുന്ന കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഖബറിൽ കിടക്കുന്ന ബാപ്പമാരും ഉമ്മമാരുമില്ലേ, ഖബറിൽ കിടക്കുന്ന കുടുംബങ്ങളില്ലേ, അവർക്കൊക്കെയും മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ കിടക്കുന്നുവെങ്കിൽ ആ മുഅ്മിനീങ്ങൾക്കും പിൻഗാമികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടും. സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നത് ബാപ്പ അറിയുമ്പോ, സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നത് ഉമ്മ കാണുമ്പോ, ബന്ധുക്കൾ കാണുമ്പോ അവരുടെ മനസ്സിൽ വേദനയല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും അല്ലാഹു ജല്ല ജലാലുഹു പൊരുത്തപ്പെടാത്ത കാര്യം, നമ്മുടെ ഉമ്മബാപ്പമാർ അറിയുന്നതിൽ നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യം, നമ്മുടെ നേതാക്കൾ അറിയാൻ നമ്മൾ തൃപ്തിപ്പെടാത്ത കാര്യം, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും തന്നെ അവിടുന്ന് അറിയാൻ ഇഷ്ടപ്പെടാത്ത കാര്യം, ഒരു ഇരുട്ടിന്റെ മറവിലും ഒരു ജനങ്ങളില്ലാത്ത സ്ഥലത്ത് വെച്ചും ഒരു സ്ഥലത്ത് വെച്ചും ചെയ്തേക്കരുത് കേട്ടോ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ പറഞ്ഞത് റബ്ബിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്യുന്നതുമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ആ നബി തങ്ങളെ മുന്നിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവിടുന്ന് അറിയുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ രഹസ്യമായും അത് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് അവിടുന്ന് പഠിപ്പിച്ചത്, അമറനീ റബ്ബീ ബിതിസ്ഇൻ, എൻ്റെ റബ്ബനോട് 9 കാര്യം കൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. അതിലൊന്നാമത്തെ കാര്യം ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. രഹസ്യവും ക്ലിയറായിരിക്കണം, പരസ്യവും ക്ലിയറായിരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വഷളാകുന്ന ഒരു വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു,
വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഇന്നഹും ഗൈറു മലൂമീൻ. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അതാ വികാര ശമനം തേടുന്നവർ കുറ്റക്കാരല്ല, അവരാക്ഷേപിക്കപ്പെടുന്നവരല്ല. അത്തരം പ്രവർത്തനങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുമായി ഭർത്താവ് സന്തോഷപൂർവം ലൈംഗിക സുഖം അനുഭവിച്ചാൽ അതിൻ്റെ പേരിൽ അല്ലാഹു പ്രതിഫലം തരും. ആ സമയത്ത് ചോദിച്ചില്ലേ സഹാബത്ത്, നബിയെ, മനുഷ്യൻ സ്വന്തത്തിൽ സുഖിച്ചതിന് റബ്ബ് പ്രതിഫലം തരുമോ? നബി തങ്ങൾ പറഞ്ഞു, അവൻ അതേ കാര്യം ഹറാമായ വിധത്തിലാണ് ചെയ്തതെങ്കിൽ അല്ലാഹു ശിക്ഷ നൽകുന്നില്ലേ? അതേ സമയത്ത് സ്വന്തം ഭാര്യയെ തെറ്റിലേക്ക് ചിന്തിക്കാൻ അവസരം നൽകാതെ ഭാര്യയുമായി ബന്ധപ്പെട്ട വകയിൽ അവൻ അല്ലാഹു പ്രതിഫലം നൽകുന്നത് തന്നെ. ആകയാൽ അല്ലാഹു നമുക്ക് തന്ന മാർഗങ്ങളുണ്ട്. കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് മാർഗം തന്നു. കച്ചവടം ചെയ്യാം, കൃഷി ചെയ്യാം, ജോലിയെടുക്കാം. പക്ഷേ കളവ് നടത്തരുത്, വഞ്ചന നടത്തരുത്, പലിശ വാങ്ങരുത്, ഹറാമായ കച്ചവടം ചെയ്യരുത്, ഹറാമായ കച്ചവടം ചെയ്യരുത്. റബ്ബ് നമ്മളോട് കൽപ്പിച്ചു. ഇതുപോലെ സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കാം, പക്ഷേ ഹലാലായ ഭക്ഷണമാകണം. ആവശ്യമാണ് നിങ്ങൾക്ക് ഭക്ഷണം. ഇതുപോലെ ആരോഗ്യമുള്ള ശരീരം, അതിന് സ്വാഭാവികമായും ഭാര്യ ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ ഒരു തകരാറുമില്ല. നേരെ മറിച്ച് അല്ലാഹു നിങ്ങൾക്ക് അനുവദിക്കാത്ത മാർഗം, അനുവദിച്ച മാർഗം രണ്ടേ രണ്ട് മാത്രമേ ഉള്ളൂ. വികാരശമനത്തിന് അനുവദിച്ച മാർഗം രണ്ടേ രണ്ട്. ഒന്ന് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, മറ്റൊന്ന് സ്വന്തം അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇന്ന് അടിമ കച്ചവടവും അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും തന്നെ ലോകത്തില്ലാത്തത് കൊണ്ട് ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വികാരശമനത്തിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് സ്വന്തം ഭാര്യയെ ഉപയോഗപ്പെടുത്തലാണ്. ഭാര്യയുമായി ബന്ധപ്പെട്ട് ഏത് സുഖം അനുഭവിക്കുന്നതും മനുഷ്യൻ അനുവദനീയമാണ്. പക്ഷേ അവളുടെ പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് ഹറാമാണ്. പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് ഭാര്യയാണെങ്കിലും ഹറാമാണ്. അല്ലാത്ത നിലയ്ക്ക് ഏത് സുഖങ്ങളും അതേ തെറ്റില്ലാത്തതാണ്. അതേസമയം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതല്ലാത്ത ഏത് മാർഗം മനുഷ്യൻ വികാരശമനത്തിന് വേണ്ടി തേടുന്നുണ്ടോ അവരെല്ലാം കടുത്ത തെറ്റ് ചെയ്തവർ തന്നെ, അതിരുകൾ ലംഘിച്ചവർ തന്നെ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്താണ് സഹോദരന്മാരെ, പല പണ്ഡിതന്മാരും സ്വന്തം കൈകൊണ്ട് വല്ലവനും വികാരശമനം നടത്താമോ, മുഷ്ടിമൈഥുനം നടത്താമോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി മഹാന്മാരായ പല പണ്ഡിതന്മാരും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വേറെ ഏത് മാർഗം സ്വീകരിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ. അവൻ അതിര് വിട്ട് കടന്നവനാണ്, അവൻ അക്രമം പ്രവർത്തിച്ചവനാണ്, അവൻ തെറ്റ് ചെയ്തവനാണെന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വന്തം കൈ പോലും ഒരിക്കലും തന്നെ വികാരശമനത്തിന് ഉപയോഗിച്ചു കൂടാ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തു പോകുമെന്ന് ഭയപ്പെടുകയും ആ വ്യഭിചാരത്തിൽ മാറി നിൽക്കാൻ ഒരു മാർഗവുമില്ലാതെ കുടുങ്ങിപ്പോവുകയും ചെയ്ത രംഗത്ത് മാത്രം അവന് സ്വന്തം കൈകൊണ്ട് വികാരശമനം നടത്താമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഉണ്ട്. ശാഫഈ മദ്ഹബിലെ പ്രബല അഭിപ്രായത്തിൽ അവിടെ പോലും അത് ഹറാം തന്നെ. ഒരു ചെറിയ വജ്ഹ് ആ വിഷയത്തിൽ ഉണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും വ്യഭിചാരം ഭയപ്പെടുന്ന സമയത്ത് മാത്രം. അതേസമയം പിന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലോ, സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അതിന് സിഹാഖ് എന്നാണ് പറയുക.
കടുത്ത ഹറാം തന്നെ. പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരശമനം നടത്തുന്നത് മാത്രമല്ല ഹറാം, പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരശമനം നടത്തിയാൽ അത് കടുത്ത ഹറാം തന്നെ. അതുപോലെ പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് ഏത് വിധത്തിൽ വികാരശമനം നടത്തിയാലും അത് കടുത്ത ഹറാം തന്നെ. അത് കടുത്ത തെറ്റ് തന്നെ, കടുത്ത അക്രമം തന്നെ. സഹോദരന്മാരെ, ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത്. നമുക്കറിയാം, ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മഹാൻ, ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ വികാരശമനത്തിന് പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവർ ജീവിച്ചിരുന്ന രാജ്യം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേച്ച് എടുത്ത് മറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതിൻ്റെ മേൽഭാഗം അടിഭാഗമാക്കി എല്ലാവരെയും അല്ലാഹു തആല ഒന്നടങ്കമങ്ങ് നശിപ്പിച്ചു. ആ സമയത്ത് ആ നാട്ടിലില്ലാത്തവരോ യാത്രയിലായി പോയവരോ ഉണ്ടെങ്കിൽ അവരെ പിന്തുടരാൻ കടുത്ത ചുടുകട്ട പറഞ്ഞേച്ചിട്ട് അത് മുഖേന അവരെയും അല്ലാഹു നശിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും എടുത്ത് ആവർത്തിച്ച് പറഞ്ഞ സംഭവമാണ്. സഹോദരന്മാരെ, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാരശമനത്തിനുള്ള സർവ്വ വഴികളും കടുത്ത ഹറാം തന്നെ. എന്നാൽ ആ കാര്യം കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഈ തെറ്റിലേക്ക് മനുഷ്യൻ വഴിതിരിഞ്ഞു പോകുന്ന കാര്യങ്ങളും തെറ്റ് തന്നെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖറബുസ് സിനാ, നിങ്ങൾ ഒരിക്കലും തന്നെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ്. വ്യഭിചാരം ചെയ്യരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ്. വ്യഭിചാരം വന്നു പോകാൻ സാധ്യതയുള്ള രംഗങ്ങളും അതിലേക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന പാട്ടുകളും പ്രചോദനം നൽകുന്ന നോവലുകളും പ്രചോദനം നൽകുന്ന ചിത്രങ്ങളും പ്രചോദനം നൽകുന്ന സദസ്സുകളും അതിന് പ്രചോദനം നൽകുന്ന വാക്കുകളും ആ വാക്കുകൾ സംസാരിക്കുന്നവന്റെ സദസ്സുകളും എല്ലാം ഹറാബ് തന്നെ. കാരണം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന സർവ്വ വിഷയങ്ങളും തെറ്റ് തന്നെ. ഒരു കുറഞ്ഞ കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ചെറുപ്പക്കാരെ? നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതെ, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അടുപ്പം തന്നെ പാടില്ലെന്ന് പറയുമ്പോ അതിൻ്റെ ഏത് രംഗങ്ങളുണ്ടോ അതിലേക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന എല്ലാ വിഷയങ്ങളും അവിടുന്ന് വിരോധിക്കുകയാണ്. കാരണം ഒരു രോഗമുണ്ടാകുമെന്ന് വന്നാൽ, ആ രോഗം ഭയാനകമാണെന്ന് വന്നാൽ, ആ രോഗം നശിപ്പിക്കുന്ന രോഗമാണെന്ന് വന്നാൽ, കുഷ്ഠരോഗം, എയ്ഡ്സ് രോഗം, അതേ ക്യാൻസർ രോഗം, വെള്ളപ്പാണ്ട് രോഗം, ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ ഭയപ്പെടുന്ന രോഗങ്ങൾ, ആ രോഗത്തിന് ഏതെല്ലാം വഴിവെക്കുമോ, അതിനേതെല്ലാം ഭക്ഷണങ്ങൾ വഴിവെക്കുമോ, എത്ര രുചിയുള്ള സാധനങ്ങളാണോ അത് ഡോക്ടർമാര് വിരോധിക്കുന്നില്ലേ സഹോദരാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പഞ്ചസാര ഉപയോഗിക്കാത്ത എത്ര ജനങ്ങളുണ്ട്? മധുരമില്ലാഞ്ഞിട്ടല്ലല്ലോ, അത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് കേടാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ. ഉപ്പ് ഉപയോഗിക്കാത്തവരില്ലേ? അതെ, അതുപോലെ പലതും കൈയൊഴിക്കുന്നവരില്ലേ? എന്തിനു വേണ്ടിയാണ് കൈയൊഴിക്കുന്നത്? അത് നിന്റെ ശരീരത്തിന്റെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയാണെങ്കിൽ, നീ ആരോഗ്യവും നിന്റെ ആത്മാവും സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഓ മനുഷ്യ, 60 കൊല്ലമല്ല, 600 കൊല്ലമല്ല, 60,000 കൊല്ലമല്ല, 60 കോടി കൊല്ലമല്ല, തീരാത്ത കാലം ജീവിക്കാനുള്ള ലോകം, ആ ലോകം വിജയിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവും റസൂലും വിരോധിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് മാറി നിൽക്കണ്ടേ? കണ്ടോ നിങ്ങൾ ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കാലത്ത് സിനിമാ ഷൂട്ടിങ്ങുകളില്ലല്ലോ, ഇന്നത്തതുപോലെയുള്ള പെണ്ണിന്റെ പ്രദർശനങ്ങളില്ലല്ലോ, നാടകങ്ങളില്ലല്ലോ, ഇന്നത്തതുപോലെയുള്ള സീരിയലുകളില്ലല്ലോ. പക്ഷേ അന്നുള്ളത് എന്താണ്? അന്ന് വഴിയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്ത് കണ്ണ് വിട്ടുപോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ ഉപദേശിക്കുന്നത് കണ്ടോ, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്. ഓ ജനങ്ങളെ, നിങ്ങൾ വഴിയോരങ്ങളിൽ പോയി ഇരിക്കുന്നത് സൂക്ഷിക്കണേ, വഴിയോരങ്ങളിൽ പോയി ഇരിക്കുന്നത് സൂക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്രത്തോളം എന്നറിയോ? മഹാനായ അബൂ തൽഹ സയ്യിദ് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ചിലപ്പോഴൊക്കെ മുറ്റത്ത് പോയിട്ട് പുറത്തിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കഥ പറയാറുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത്, മാലക്കും വലി മജാനിസി സുഅദാത്ത്, ജനങ്ങൾ വഴി പോകുന്നത് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനു പോയി ഇരിക്കണം? ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ഇന്നമാ ഖഅദ്നാ ലിഗൈരി മാ ബസ്, ഓ നബിയേ, ഞങ്ങളൊരു തെറ്റായ കാര്യം ഉദ്ദേശിച്ചിരുന്നതല്ല, ദുരുദ്ദേശപൂർവം ഇരുന്നതല്ല. അപ്പോഴവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചർച്ചകൾ ചെയ്യുകയാണ്, ഞങ്ങൾ ഹദീസുകൾ പറയുകയാണ്. അപ്പോഴും അവിടുന്ന് പറയാണ്, ഇമ്മാലാ, നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നേ പറ്റൂ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഫഅദ്ദൂ ഹഖ്ഖഹാ, വഴികളുടെ കടപ്പാട് നിങ്ങൾ വീട്ടണം. വഴിയിൽ പോയി വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങൾ വഴിയുടെ കടപ്പാട് വീട്ടണം. അതെന്താണത്? ഗദ്ദുൽ ബസരി, കണ്ണ് ചിമ്മലാണ്. ഒരിക്കലും തന്നെ ഒരു ഹറാമിലേക്കും നോക്കിപ്പോകരുത്. മറ്റൊരു റിപ്പോർട്ടിൽ അത് അവിടുന്ന് പറഞ്ഞു, ഫൈദാ അബൈതും മില്ലൽ മജ്ലിസ, നിങ്ങൾ അത്തരം സ്ഥലത്ത് പോയി ഇരുന്നേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾ ആ വഴിയുടെ ഹക്ക് വീട്ടണേ. എന്താണ് വഴിയുടെ ഹക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ കണ്ണ് ചിമ്മലാണ്. ഒരു സ്ത്രീയുടെയും ഒരു വ്യക്തിയുടെയും അതേ കണ്ടാൽ ചന്തമുള്ള ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളുടെ ശരീരത്തിലേക്ക് പോലും നോക്കാതെ നിങ്ങൾ കണ്ണ് ചിമ്മലാണ്. ഒരു വിഷമവും ഒരാൾക്കും ഉണ്ടാക്കാതിരിക്കലാണ്. ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കലാണ്. നിങ്ങൾ വഴിയിരിക്കുമ്പോൾ ചെയ്യേണ്ട സംഗതികളാണ്. വഹുസ്നുൽ കലാം, നിങ്ങൾ നല്ലത് മാത്രം സംസാരിക്കലാണ്. തെറ്റിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വാക്കുകളോ ഒരു പെണ്ണിന്റെ ഭംഗിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ വേണ്ടാത്ത ഏതെങ്കിലും മനുഷ്യന്റെ ഗീബത്ത് പറയുന്ന വാക്കുകളോ ഇങ്ങനത്തെ ഒരു വേണ്ടാത്തതും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ നല്ലത് മാത്രം പറയലാണ്. ആരെയും പരിഹസിക്കരുത്, ഗീബത്ത് പറയരുത്, കള്ളം പറയരുത്. നിങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചിരിച്ച് കളിച്ച് മറ്റുള്ളവരെ പ്രകോപനം കൊള്ളിക്കരുത്. പിന്നെ വൽ അംറു ബിൽ മഅറൂഫ്, നിങ്ങൾ എന്ത് നല്ല കാര്യവും കൽപ്പിച്ചുകൊണ്ടിരിക്കണം, ഏത് തെറ്റ് കണ്ടാലും വിരോധിച്ചുകൊണ്ടിരിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലേ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് തന്നെ ജനങ്ങൾ വഴിപോകുന്ന സ്ഥലത്ത് പോയി ഇരിക്കാൻ പാടുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഓ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ? വളരെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ 2 ദിവസം മുമ്പ് ജനങ്ങൾ വഴിപോകുന്ന വഴിക്ക് വെച്ച് പടക്കം പൊട്ടിച്ചിട്ട് പുക ഉയർത്തരുതെന്നും അതുപോലെ തന്നെ വാഹനം വരുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച് പുക ഉയർത്തരുതെന്നും അത് പെരുന്നാളിൻ്റെ അന്നാണ് ചെയ്യുന്നെങ്കിൽ കഠിനമായ തെറ്റാണെന്നും ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ? ചിലപ്പോൾ ചില പണ്ഡിതന്മാർ അവർ കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കും, സന്തോഷത്തിൻ്റെ ദിവസം ഒരോലപ്പടക്കത്തിന് തീ കൊടുത്താൽ എന്താ, അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്ത് ഒരു മനുഷ്യനും ശല്യമില്ലാതെ, ഒരു മൃഗത്തിനും ശല്യമില്ലാതെ, ഒരു വഴിയിലും പ്രയാസമില്ലാതെ, നിങ്ങൾ ആരും കാണാതെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്കും ശല്യമില്ലാതെയോ ഒരു ചെറിയ ഓലപ്പടക്കത്തിന് തീ കൊടുത്താൽ അത് ഹറാമാണെന്ന് നിങ്ങൾ ഫത്വ കൊടുക്കണ്ട. അതേ സമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ സംഗതികളും ഹറാമ് തന്നെ.
അത് പടക്കം പൊട്ടിക്കണമെന്നില്ല. തൊട്ടടുത്ത സ്ഥലത്തൊരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവന്റെ ഉറക്കത്തിന് തകരാറ് വരുന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ ഉറക്ക ഓതിയാൽ പോലും, ദിക്ർ ഉറക്കെ ചൊല്ലിയാൽ പോലും മറ്റൊരുത്തനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ വിരോധിക്കപ്പെട്ടത് തന്നെ. അത് ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ? മറ്റൊരു മനുഷ്യന് ശല്യം ചെയ്യുന്ന കാര്യങ്ങൾ, ജീവജാലങ്ങൾക്ക് ശല്യം ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര പോകുന്നവർക്ക് ശല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഹറാമാണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും തന്നെ നല്ല നല്ല ദിവസങ്ങൾ ഹറാമിനുള്ള ദിവസങ്ങളാകരുത്. ആരോ പറഞ്ഞു പെരുന്നാളിന്റെ അന്ന് ചുരത്തുമ്പോ പോയി കള്ളുടിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധിക്കാരമാണ്, എന്തൊരു ധിക്കാരമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യർ